ഹലോ ഗൈസ്, ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണം. അതിൻ്റെ ഒരു ചെറിയ കുട്ടി വ്ളോഗാട്ടോ നിങ്ങൾ കാണാൻ പോകുന്നത്. ഈ ഡ്രസ്സ് വരുന്നത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കേട്ടോ. ഫീഡിങ് കുർത്തീസാണ്, നല്ല കംഫർട്ടാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ അവൾക്കൊരു ഗിഫ്റ്റ് വാങ്ങിക്കണമായിരുന്നു. ഒരു ടോപ്പ് വാങ്ങിക്കാൻ വേണ്ടി കടയിൽ കയറിയായിരുന്നു. 10:30 കെട്ട്. പക്ഷെ ഞങ്ങൾ 11:30 ആയിട്ട് ഇവിടെ നിൽക്കുന്നതേ ഉള്ളൂ. പിന്നെ ഒരു ഓട്ടോ പിടിച്ചതാണ്ട് പള്ളിയിലെത്തി. ഇതാട്ടോ എൻ്റെ ഫ്രണ്ട്, എൻ്റെ കുഞ്ഞുനാൾ തൊട്ടേ ഉള്ള ഫ്രണ്ടാണ്. അവൾ എന്നെ പള്ളിയിൽ VBSനൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് പണ്ട്. പിന്നെ ആദ്യം തന്നെ ഒരു ജ്യൂസിൽ തുടങ്ങി. പിന്നെ ദാണ്ട് കെട്ടൊക്കെ കഴിഞ്ഞ് അവർ വന്ന് കേക്ക് മുറിക്കാൻ നമുക്ക് ഫുഡ് തരത്തില്ല, അങ്ങനെ കട്ട പോസ്റ്റായിരുന്നു. പിന്നെ ദാണ്ട് കേക്കും വൈനവരും കേക്ക് കട്ട് ചെയ്തതിന് ശേഷം കൊണ്ടു തന്നു. എനിക്ക് തോന്നുന്നു ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞ വർഷം ഞാൻ പ്രഗ്നന്റ് ആയത് കാരണം എനിക്ക് കേക്കും വൈനും ഒന്നും കഴിക്കാൻ പറ്റില്ല, വൈൻ കഴിക്കാൻ പറ്റിയില്ല. ആ ഒരു ഇതിൽ കേക്കും വൈനും ഈ പ്രാവശ്യവും വലുതായിട്ട് വാങ്ങിയില്ല. എന്നിട്ട് ഞാൻ കഴിച്ച്. അത് കഴിഞ്ഞ് നമുക്ക് ഫുഡ് കഴിക്കാൻ കയറി. ഫുഡ് കഴിക്കാൻ അടിപൊളിയായിരിക്കുമല്ലോ ഫുഡ്, കാരണം അപ്പവും സ്റ്റൂവും കട്ട്ലേറ്റും ചിക്കൻ ഫ്രൈയും ഒക്കെ കൂടിയിട്ടുള്ളതായിരുന്നേ. കട്ട്ലേറ്റ് എനിക്ക് തോന്നുന്നു ബീഫിൻ്റെ ആയിരുന്നു തോന്നുന്നു. അടിപൊളി ഫുഡായിരുന്നു, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഞാൻ എന്തായാലും ചോറ് ആദ്യം ഇതിൻ്റെ കൂടെ തന്നെ വാങ്ങിച്ചില്ല, ഇത് കഴിച്ച് കഴിഞ്ഞിട്ടാട്ടോ പിന്നെ പോയി ചോറും പിന്നെ എന്തോ തീയലോ അങ്ങനെ എന്തോ, പിന്നെ മീൻകറി, പിന്നെ തോരൻ, ഇത്രയും കൂട്ടി കഴിച്ചു. അത് കഴിഞ്ഞ് അവിടെ ഡാൻസ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം അതൊക്കെ കണ്ട് അവിടെ ഇങ്ങനെ നിന്നു. പിന്നെ ഒരു മാംഗോ ഐസ്ക്രീമും. അതുകൊണ്ട് ഞാൻ ഐസ്ക്രീം തിന്നുന്ന കാണുമ്പോഴത്തേക്ക് ഒരാൾക്ക് ഭയങ്കരമായിട്ട് കൊതി വന്നിട്ട് വയ്യായിരുന്നു. പിന്നെ ഞാൻ തൊട്ടില്ല പോലെ ഇച്ചിരി വെച്ച് കൊടുത്തു. പിന്നെ ഒരു 2 സ്ട്രോബെറി വാങ്ങിച്ചു. പക്ഷെ അപ്പോഴത്തേക്കും വയറ് നിറഞ്ഞു കേട്ടോ. നടന്നാണ്ട് മാമൻ്റെ മോന് കൊടുത്തപ്പോഴത്തേക്ക് അവന് വേണ്ടായിരുന്നു, അവൻ്റെയും വയറ് നിറഞ്ഞു. പിന്നെ മാമൻ്റെ വീട്ടിൽ വന്നതുകൊണ്ട് ഭയങ്കര ഉറക്കം കേട്ടോ. പിന്നെ ഒരു ടിലയും കുറിച്ച് നേരെ ഒരു കൊലക്കട വന്നു കേട്ടോ. കുഞ്ഞിന് വാങ്ങിക്കണമായിരുന്നു കുറുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സൂപ്പർ മാർക്കറ്റിലൊന്നും കയറി വൈനിരിക്കുന്നത് കണ്ടോ. ഒന്നും മനസ്സിലാവുന്നല്ല വാങ്ങിച്ചേ. പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് നോസ്റ്റ് വന്നു. ഇതല്ല, അതാണ്ട് ഈ കുഞ്ഞ് കാർഡ്, പണ്ടൊക്കെ നമ്മൾ ക്രിസ്മസ് ഫ്രണ്ടിന് ഏതാണ്ട് ഈ കാർഡാട്ടോ കൊടുത്തിരിക്കുന്നത്. എത്ര കൊല്ലമായി ഇത് കാണുമ്പോൾ സത്യമായിട്ടൊരു ഫീലായിരുന്നു, നല്ല രസമായിരുന്നു. എനിക്ക് എന്തോ ഒരു തോന്നി. പിന്നെ ഇതൊക്കെ ഞാൻ തുറന്നു നോക്കിയെന്ന് വെച്ചാൽ പണ്ട് പാട്ട് കേൾക്കുന്നതുണ്ടായിരുന്നു, ഈ തുറക്കുമ്പോൾ ഇങ്ങനെ സോങ് ഒക്കെ വരുന്നത്. പക്ഷെ അതൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇതൊക്കെ നോക്കി, ഇതൊക്കെയാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. പക്ഷെ വാങ്ങിച്ചില്ല കേട്ടോ. പിന്നെ നേരെ വന്നു ഒരു നാരങ്ങ വെള്ളം കുടിച്ചു. കുറച്ച് നേരം ഇങ്ങനെ കിടന്നു. പിന്നെ ഉറങ്ങിയൊന്നുമില്ല, അത് കുടിച്ചപ്പോഴാട്ടോ കുറച്ച് ആശ്വാസമായി. വൈകുന്നേരം ആയപ്പോൾ ചേട്ടൻ നമ്മുടെ കൊമ്പുച്ചയോ അങ്ങനെ എന്തോ അല്ലേ പറയുന്നത്, ആ സംഭവം കൊണ്ടുവന്നു കേട്ടോ. ഈ ഇൻസ്റ്റഗ്രാമിൽ റീലിലൊക്കെ കണ്ടിട്ട് വാങ്ങിച്ചിട്ട് വന്നയാ. പറയാലോ, ഒരു വായിക്ക് കൊള്ളത്തില്ലായിരുന്നു, എന്തോ ഒരു പന്ന ചവയായിരുന്നു, പന്ന ബിയറിന്റെ, കൊള്ളത്തില്ലായിരുന്നു, ആർക്കും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നൈറ്റ് ആണെങ്കിൽ ഞങ്ങൾ ചപ്പാത്തിയും ബീഫ് കറിയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത് ചപ്പാത്തി വെച്ച പാക്കറ്റ് ചപ്പാത്തി ഇല്ലേ, അത് വാങ്ങിച്ചു. ബീഫ് കറി ഒരെണ്ണം പുറത്തുനിന്ന് വാങ്ങി. പിന്നെ സാലഡ് ഇങ്ങനെ ചെറുതായിട്ട് ക്യാരറ്റും സവാളയൊക്കെ ഇട്ട് കട്ട് ചെയ്തിട്ട് അതും കഴിച്ചു. ചേട്ടൻ ചോറാട്ടോ കഴിച്ചത്, കൊച്ചിന് ചോറാ കൂടുതൽ ഇഷ്ടം, അതും കഴിച്ചു. പിന്നെ നൈറ്റ് കിടക്കാൻ നേരത്ത് സൂര്യ മെസ്സിലെ എവർഗ്രീൻ സോങ്സ് ഒക്കെ കേട്ടോണ്ടിരുന്നു കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. പിന്നെ കിടന്നുറങ്ങി. ഈ സോങ് ഏതാണെന്നറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്തേക്കണേ. അപ്പൊ അത്രേ ഉള്ളൂ. ഇനി ഇതുപോലുള്ള പുതിയ പുതിയ വ്ളോഗ്സ് ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പൊ ബൈ.